ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് എയിംസ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഡൽഹി എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോൾ നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, അത്യാഹിത വിഭാഗത്തിലാണ്. അദ്ദേഹത്തിന് പ്രായമേറെ ചെന്നിരിക്കുന്നു, 92 വയസ്സാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? വെന്റിലേറ്ററിലാണോ അതോ ICUവിലാണോ ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ്? അരുൺ, ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് മുൻ പ്രധാനമന്ത്രി കൂടിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ന് എയിംസിൽ പ്രവേശിപ്പിച്ചത്. എയിംസിൽ അദ്ദേഹം പ്രവേശിക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിന് പിന്നാലെ എയിംസിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലാണ് ഉള്ളത്, ICUവിലാണ് ഉള്ളത് എന്ന പ്രാഥമിക വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഉള്ളത് എന്നും പറയപ്പെടുന്നു. 92 വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. നേരത്തെയും പല ഘട്ടങ്ങളിലും ഇതുപോലെ അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം സുഖം പ്രാപിക്കുകയും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ 8 മണിയോടെയാണ് അദ്ദേഹത്തെ എയിംസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എയിംസിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ, വിവിധ വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളടക്കം ആശുപത്രിയിലുണ്ട് എന്നും ഇപ്പോൾ വിവരമുണ്ട്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ കുഴിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പോൾ അവിടുത്തെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ അശോക് ഗെഹ്ലോട്ട്, അദ്ദേഹം രാജസ്ഥാന്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം എത്രയും വേഗം മൻമോഹൻ സിംഗ് സുഖം പ്രാപിക്കട്ടെ എന്നിപ്പോൾ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥ അദ്ദേഹം ഉള്ളത് എന്നും അതിൽ വ്യക്തമാക്കുന്നു. എന്താണെങ്കിലും മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം മുൻപും ഇതുപോലെ പലതവണ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സുഖവാനായി നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരത്തിലൊരു കാഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ അദ്ദേഹത്തിന്റെ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്.